ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ മേടം രാശിയെ കുറിച്ചിട്ടുള്ളതാണ്. മേടം രാശിയിലുള്ളവരുടെ സ്വഭാവം, തൊഴിൽ, വിവാഹം, ആരോഗ്യം, സാമ്പത്തികം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. ധൈര്യവും ശക്തിയും നിറഞ്ഞ വ്യക്തിത്വം, നേതൃത്വ ഗുണമുള്ളവരും, കാര്യങ്ങൾ തുടങ്ങിവെക്കാൻ ആരംഭശൂരും, സ്വാതന്ത്ര്യപ്രിയർ, വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാം തന്നെ ഇവർ. ചുരുക്കി പറഞ്ഞാൽ മൂക്കിൻ്റെ അറ്റത്ത് കോപം, കയ്യിൽ അഹങ്കാരം, പക്ഷെ മനസ്സോ ശുദ്ധം. രാശിചക്രത്തിൽ ആദ്യത്തെ രാശി ആയത് എങ്ങനെ, എന്തുകൊണ്ട്, എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മേടം രാശിയുടെ ചിഹ്നം ആട്. അധിപതി ഗ്രഹം ചൊവ്വ, മാർസും മംഗളം എന്ന് വേറെ ലാംഗ്വേജിൽ പറയുന്നു. ഗുണം പുരുഷൻ, ശുഭനിറങ്ങൾ ചുവപ്പ്, ശുഭസംഖ്യകൾ 9ന്റെ ഗുണങ്ങൾ 9, 18, 27 അങ്ങനെ. ശുഭദിനങ്ങൾ ചൊവ്വയും ഞായറും. മിത്രരാശികൾ ചിങ്ങരാശി, ധനുരാശി. ശത്രുരാശികളോ കർക്കിടകം, മകരം. മേടരാശിയുടെ തത്വം അഗ്നി, ഫയർ. എപ്പോഴും അഗ്നിയാണ്. ഇവരുടെ തല എപ്പോഴും അങ്ങനെ ചൂടായിരിക്കും. രാശിചക്രത്തിൻ്റെ ആദ്യത്തെ രാശി എന്തുകൊണ്ട് വന്നു? ഇവർക്ക് നാളത്തെ കാര്യമൊന്നും അറിയത്തില്ല. ഭാവിയെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്തുവാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവരുടെ തലയിൽ എപ്പോഴും വരിക. ഇവരുടെ രാശിയുടെ ചിഹ്നം ആട്. കണ്ടാൽ വളരെ പാവമായിട്ട് തോന്നും, പക്ഷേ ഇവർ ഭയങ്കരമായിട്ടും എനർജറ്റിക്കാണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമേ ഇല്ല. ഇതുപോലെ തന്നെയാണ് മേടരാശിക്കാർ. കാഴ്ചയിൽ പാവം, പക്ഷേ കാര്യങ്ങൾ എന്തു ചെയ്യുന്നതിനും ഒരു കാര്യക്ഷമത ഉള്ളവർ, നല്ല ഒരു എനർജി. ചിലപ്പോൾ ഈ എനർജി ഉണ്ടല്ലോ, കോപത്താൽ കൺവേർട്ട് ആകുന്നതും നമുക്ക് കാണാം. ഇവർക്ക് ആലോചനകൾ കുറച്ച് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഇവർക്ക് ഉത്സാഹം. തിങ്ക് ലെസ് ഡു മോർ എന്നാണ് ഇവരുടെ ഒരു ചിന്താഗതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം നോക്കാതെ തന്നെ നമ്മൾ കർമ്മം ചെയ്യുക, ഫലം തന്നെ വരും എന്നാണ് ഇവരുടെ മനസ്സിലും ഉള്ള ഒരു വിചാരം. മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ്. എവിടെ പോയാലും എന്തിനും മുന്നിൽ നിൽക്കണം. എന്തെങ്കിലും കാര്യത്തിന് ഒരു ലൈൻ ചെയ്യണം, ഒരു ലൈൻ വേണമെന്ന് ഈ മേടരാശിക്കാരായിരിക്കും ആദ്യമായിട്ട് ആ ലൈനിൻ്റെ ഫസ്റ്റിൽ പോയി നിൽക്കുന്നത് മേടരാശിക്കാരായിരിക്കും. എപ്പോഴും ഒരു ചലഞ്ചിന്, ഒരു വെല്ലുവിളിയെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഏത് കാര്യങ്ങളും പെട്ടെന്ന് തുടങ്ങുന്നതിനും ഉള്ള ഒരു സാമർഥ്യം ഇവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവും ഇവരിലുണ്ട്, ഒരു ലീഡർഷിപ്പ്. അപകടകരങ്ങളായ വിനോദയാത്രകൾ ഇഷ്ടപ്പെടുന്നവർ, അമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ, അമ്മയും ഇവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം തന്നെയായിരിക്കും. ഇവരുടെ 25-26 വയസ്സ് വരെ കിട്ടുന്ന പണങ്ങളൊക്കെ പെട്ടെന്ന് ചിലവഴിക്കും. പക്ഷേ 25-26 വയസ്സിന് ശേഷം ഇവരുടെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുന്നതിന് ഉള്ള ഒരു കാര്യക്ഷമതയാണ് ഇവരിൽ കാണുന്നത്. മേടം രാശിയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരെ പഠിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവർക്ക് അറിയാം, അവർക്ക് പ്രഷർ കൊടുക്കേണ്ട, അവർക്കറിയാം അവർക്ക് പഠിക്കണമെന്ന്. അവർ പഠിച്ചുകൊള്ളും. അങ്ങനെയാണ് ഇവരുടെ സ്വഭാവം. ആരും പറഞ്ഞിവരെ ചെയ്യിപ്പിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അവർക്ക് സ്വന്തം മനസ്സിൽ വരണം, എങ്കിലേ അവർ ചെയ്യുകയുള്ളൂ. പക്ഷേ അവർ ചെയ്യും. അവരുടെ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാനായിട്ട് വളരെ ഇഷ്ടമാണ്. പെട്ടെന്നത് ചെയ്തു തീർക്കുകയും ചെയ്യും. ഇവർക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്നവർ. അവരതെല്ലാം അവോയ്ഡ് ചെയ്യും. അതിനൊന്നും അവർ പോയി അവരുടെ തലയിടുകയില്ല. അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിലും കാണാം ഈ ലീഡർഷിപ്പ്. അവർക്ക് എപ്പോഴും ആ ലീഡർഷിപ്പിനുള്ള ഒരു മനസ്ഥിതിയാണ് വരുന്നത്. എന്തെന്നാൽ ഇവരുടെ ഫയർ എലിമെൻ്റ് അല്ലേ, ഇവർക്ക് കോപം മൂക്കത്താണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും പെട്ടെന്ന് കോപം വരുന്നതിനും ഒരു ലീഡർഷിപ്പിനും എപ്പോഴും ഇവർ അങ്ങനെയേ ചെയ്യുകയുള്ളൂ. ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. ആരോടും എന്തും മുഖത്ത് നോക്കി തുറന്നു പറയുന്നതിനുള്ള ഒരു കഴിവ്, ആരെയും അതിൽ അവർ പേടിക്കത്തുമില്ല. രാശിചക്രത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാശി. സത്യസന്ധരായിരിക്കും,
സ്വന്തം ഹാർഡ് വർക്കിലൂടെ മാത്രം ഉയർച്ച എന്നാണ് ഇവരുടെ ആഗ്രഹം. ആഗ്രഹങ്ങൾ എല്ലാം അവർ നേടിയെടുക്കുകയും ചെയ്യും. ഇതിനിടയിൽ പല പല കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാലും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കും. മേടരാശി ചരരാശിയായിട്ടാണ് അറിയുന്നത്. എന്തെന്നാൽ ഒരു സ്ഥലത്ത് കുറേ നാള് അവർക്ക് നിൽക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ജോലിയും അങ്ങനെയായിരിക്കും. അവർ പെട്ടെന്ന് ജോലികളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു സ്ഥലത്ത് കൂടുതൽ സമയങ്ങൾ ജോലി ചെയ്യത്തില്ല. എന്നാന്ന് വെച്ചാൽ അവരുടെ രാശിയുടെ പ്രത്യേകതയാണ് ചരരാശി. ഒരു സ്ഥലത്ത് കുറേ നാൾ നിൽക്കുന്നതിനുള്ള ഒരു മനോഭാവം ഇവർക്ക് ഇല്ല. വേറെ ഒരാളുടെ ഐഡിയ ഇവർക്ക് ഇഷ്ടമില്ല. ഇവർക്ക് സ്വന്തം ഇഷ്ടത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മടി പിടിച്ചിരിക്കുന്നവരെ ഇവർക്ക് ഇഷ്ടവുമില്ല. ഇവരുടെ കൂട്ടത്തിൽ ഇവരുടെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ ഉള്ളവരെ അവർ അതിനെ പ്രേരിപ്പിക്കത്തുമില്ല. പിന്നെ ഇവർ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. സ്ട്രെയിറ്റ് ഫോർവേഡ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉള്ളവരായിരിക്കും. നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളവരായിരിക്കും. ഷോപ്പിങ്ങിന് പോയാൽ പോലെ ഇപ്പോൾ രണ്ടുപേര് കൂടി ഷോപ്പിങ്ങിനൊക്കെ പോയത് അവരുടെ ഇഷ്ടമൊന്നും ഇവർ നോക്കത്തില്ല. ഇവരുടെ ഇഷ്ടം മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഇവരുടെ കുടുംബം, വിവാഹം, ബന്ധങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ആഴത്തിലുള്ള സ്നേഹവും സംരക്ഷണവും നൽകും. ഇവർക്ക് ക്ഷമ കുറവാണ്. ഈ കാര്യം ഇവരുടെ പാർട്ട്ണർക്ക് അറിഞ്ഞിരിക്കണം. അതിനാൽ കൂട്ടാളിക്ക് ബുദ്ധിശക്തിയും സ്വാതന്ത്ര്യശേഷിയും വേണ്ടിവരും. വിവാഹ യോഗ്യതയുള്ള രാശികൾ ചിങ്ങം, ധനു, കുംഭം. തൊഴിൽ ഇവർ ഉത്സാഹഭരിതരായതുകൊണ്ട് നിങ്ങൾക്ക് മിലിറ്ററിയിലും എയർഫോഴ്സിലും പോലീസിലും ബിസിനസ്, എഞ്ചിനീയറിംഗ് എന്നിവയിൽ മികച്ച കഴിവ് കാണിക്കുവാൻ പറ്റും. ആരോഗ്യം തലയുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തലവേദന, BP ഒക്കെ വരുന്നതിനുള്ള സാധ്യത. എന്തെന്നാൽ ഫയർ എലിമെൻ്റ് അല്ലേ, തല എപ്പോഴും ചൂടായേ ഇരിക്കുകയുള്ളൂ. ഇവർക്ക് അപകട സാധ്യതകളും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതും ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, പിന്നെ എക്സസൈസ്, ജിമ്മിലൊക്കെ പോവുക. ഇതൊക്കെ ഇവർക്ക് പറ്റിയതാണ്. ആരോഗ്യ നിയന്ത്രണത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുക. ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ പെട്ടെന്ന് ഏതിനും ഒരു ഡിസിഷൻ എടുക്കുന്നവരാണെന്ന്. അപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് നല്ലതുപോലെ ആലോചിച്ച് നല്ലതുപോലെ വിലയിരുത്തിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചൊരു അഹങ്കാരം തീർച്ചയായിട്ടും നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം, മുരുകൻ്റെ ക്ഷേത്രത്തിൽ സന്ദർശനം, ചൊവ്വാഴ്ച വിശേഷ ദിവസം ഹനുമാൻ ചാലിസ എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച നോൺ വെജ് ഒഴിവാക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ അഷ്ടകം നിങ്ങൾക്ക് ചെയ്യാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് മേടം രാശിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ വിവരണങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുന്നതിനും, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കേണ്ട. ഇതുപോലുള്ള എല്ലാ ജ്യോതിഷപരമായിട്ടുള്ള, വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോകളുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.